അപ്പോൾ കുറച്ച് നാളായിട്ട്, അതായത് ഒരു ജൂൺ 7 മുതൽ, അതായത് ഈ കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോബ്ലം തുറന്ന് പറഞ്ഞപ്പോൾ മുതൽ, അതായത് നിങ്ങളോട് തുറന്ന് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഫേസ് ചെയ്ത ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതോ കേട്ടതും വായിച്ചതുമായ ഒരേ ഒരു കാര്യം, അല്ലെ കൂടുതൽ ആൾക്കാർ ഉന്നയിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണത്. അതായത് എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ സമയത്ത് പറയാതെ, അതായത് ഇത് നടക്കുന്ന സമയത്ത് പറയാതെ, എന്തുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ സംഭവങ്ങളൊക്കെ, അതായത് ഈ പറഞ്ഞ ക്രൈംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഡ്രഗ്സ് ആയാലും ഈ പറഞ്ഞ പോലെ ഗേൾസ് ആണെങ്കിലും, ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ വല്ലാതെ കണ്ടിരുന്നു പല സ്ഥലത്തും. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് ആ സമയത്ത് ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ സമയത്ത് നീ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഡ്രഗ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ പറഞ്ഞ ആൾക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പം എന്തുകൊണ്ട് ആ സമയത്ത് ഇത് പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സമയം ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ദുബായിൽ ഒരു വർഷം, 1.25 വർഷം ജോലി ചെയ്തു. അവിടുന്ന് ഈ പറഞ്ഞ പോലെ എൻ്റെ വിസേൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ കുവൈത്തിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ വിസേൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങ് എത്തുമായിരുന്നു. പെട്ടെന്ന്, അതായത് ഒരു ജോലി എനിക്കവിടെ ഏകദേശം എല്ലാം സെറ്റായി, അതിന് കയറാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം. അവിടെ വിസൻ്റെ കാര്യങ്ങളായിട്ടൊരു പ്രശ്നമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വന്നു. ഈ പറഞ്ഞ പോലെ നേരെ ഞാൻ ഇറങ്ങുന്നത് കൊച്ചിയാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ പറഞ്ഞ വ്യക്തികൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഞാൻ പിന്നെ കയറി ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്ലാറ്റിലേക്കാണ്. അവരുടെ ഫ്ലാറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ റെൻറ്റിനെടുത്തേക്കുന്ന ഒരു സ്ഥലത്തേക്ക്, അവിടത്തേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ വരുന്ന സ്ഥലത്തേക്ക് ഞാൻ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ഈ വിസൻ്റെ കാര്യങ്ങൾക്കും ഇതിനൊക്കെ കുറേ പൈസയും ചിലവായി. എല്ലാ കാര്യങ്ങളും എൻ്റെ പൈസ സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും നഷ്ടങ്ങളും, അതായത് ഞാൻ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ അവിടെ സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ എനിക്കവിടെ നഷ്ടമാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലാറ്റിലേക്ക്, ഈ സ്ഥലത്തേക്ക് ഞാൻ കിടക്കുമ്പോൾ അവിടെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ 2-ൽ കൂടുതൽ ഗേൾസും, പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു, റാംബോ, ഈ പറഞ്ഞ ആൾ നിഹാദ്, ഇവർ 3 പേരും, പിന്നെ ഇതിൽ കൂടാതെ വേറെ പുറത്തുള്ള 2 ആൾക്കാരുണ്ട്. അവരുടെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. കാരണം അവർ ഇതിൽ ഈ പറഞ്ഞ പോലെ അവർക്കും കൂടി ഇതിനൊരു പ്രശ്നം വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത്. കാരണം അനുഭവിക്കാനുള്ള നമ്മളോ അനുഭവിച്ചതിന് ബാക്കിയുള്ളവരെയും കൂടി ഇതിൽ ഈ പറഞ്ഞ പോലെ പെടുത്തണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ്. അവരുണ്ട്, പക്ഷെ അവരെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് അവിടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഡ്രഗ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 2-ൽ കൂടുതൽ ഗേൾസ് ഉണ്ട്. 3 ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാൻ ഏർപ്പെട്ടിരുന്നില്ല. ഞാൻ എൻ്റെ 1 വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. 1-1.5 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം ഞാൻ ഇന്നേ വരെ ഇത്തരം ഒരു കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ടെസ്റ്റ് ചെയ്യാനും ഇതെടുക്കാനും ഞാൻ അത്രയും ധൈര്യപൂർവ്വം റോഡിലിറങ്ങിപ്പോയി ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഒരു 2-3 ഡേയ്സ് കിട്ടും. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥലമോ ഇതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്തത്. അപ്പോൾ അത് അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറൊരു ടെസ്റ്റ് നടത്തണം. അതെന്തായാലും നിങ്ങളെ ഞാൻ കാണിക്കും. കാരണം ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള ബോധം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുൻപ് ചെയ്ത തെറ്റ് ഏറ്റു പറയാനും ആ തെറ്റ് ഞാൻ സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ അത് AI ആണെന്നോ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അത് പല ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ഒരു ഇതാണെന്നോ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സമ്മതിക്കുക. അല്ലാതെ
നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ കിടന്ന് ഉരുണ്ടതിനെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു പുണ്യാളനായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാം. അതെന്താണെങ്കിലും അത് സത്യസന്ധമായി പറയാമെന്നുള്ളതാണ്. കാരണം ഒരു ഫേക്കായിട്ടുള്ള ഒരു കാര്യം എത്ര കാലം നീണ്ടുപോകുമെന്നും എത്ര കാലം നിലനിൽക്കുമെന്നും നമുക്ക് തോന്നുന്നില്ല. അത് കുറേ കാലത്തേക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിന് നിലനിൽപ്പുണ്ട് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം, അതായത് 2-3 ദിവസം മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ പറഞ്ഞ വീട്ടിലേക്ക് ഞാൻ എത്തിയൊരു 3 ദിവസം കൊണ്ട് എനിക്ക് അവിടുന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പവർ, ഇൻഫ്ലുവൻസ്, മണി, പിന്നെ എന്താ സേഫ്റ്റി, ഇത്തരം കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, പവർ, ഇൻഫ്ലുവൻസ്, മണി. ഈ 3 കാര്യങ്ങൾ വരുമ്പം അതിൻ്റെ കൂടെ വരുന്ന സാധനമാണ് ഈ പറഞ്ഞ സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം അവിടുന്ന് എനിക്ക് അറിയാൻ സാധിച്ച, അല്ലെങ്കിൽ അവിടെ ഒരു 3 ദിവസം താമസിച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്നറിയില്ല, ഈ പറഞ്ഞ കുവൈത്ത് എന്ന രാജ്യത്ത് ഈ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള ഒരു സംഭവങ്ങളും കിട്ടാത്തൊരു സ്ഥലമായിരുന്നു. എനിക്കറിയില്ല, എൻ്റെ ഇതല്ലാതെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അനിയൻ്റെ കൂടെയായിരുന്നു നിന്നത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും തോന്നിയാൽ പോലും എനിക്ക് ചെയ്യാനും പറ്റില്ല. ഇനി പറഞ്ഞ പോലെ അവിടെ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളും ഞാൻ ഇന്നേവരെ കണ്ടിട്ടുമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് സോഷ്യലി ആൾക്കാർ പറയുന്നത് ഇവിടെ അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു സൗദി പോലത്തെ ഒരു രാജ്യമായിട്ടാണ് ഞാൻ അവിടെ കണ്ടതും ഞാൻ അറിഞ്ഞതും. ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുമില്ല. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും യൂസ് ചെയ്യാതെയായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ നാട്ടിലേക്ക് വന്നത്. നാട്ടിലേക്ക് ഞാൻ വന്നു. ഈ പറഞ്ഞ പോലെ ഒരു 3 ദിവസം ഈ പറയുന്ന വ്യക്തികളോട് ഞാൻ താമസിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റേ കണ്ടു. ഈ പറഞ്ഞ പോലെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ വശപ്പശകും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, മണി, പവർ, ഇൻഫ്ലുവൻസ്, ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് ഒരു സേഫ്റ്റി ഫീലിംഗ് കൂടി തന്നു. അതായത് ഈ വീട്ടിലേക്ക് ആരും വരില്ല, അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്ത് ചെയ്താലും, ഇവിടെ ആരെ കൊന്നാലും, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കൂല, ആരും പറയൂല. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാലും അതിനെ വിലക്ക് വാങ്ങാനുള്ള പൈസയാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്കൊരു സേഫ്റ്റി ഫീലിംഗ് വന്നു. അതിൻ്റെ ആ ഫീലിങ്ങിൻ്റെ പുറത്താണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഒരു തവണയോ 2 തവണയോ, എൻ്റെ അറിവിൽ 2 തവണയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം യൂസ് ചെയ്തത്. സത്യസന്ധമായിട്ട് പറയാം, 2 തവണയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം യൂസ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ ഇത് അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഇതിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനല്ല, അവിടെയുള്ള എല്ലാവരും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രത്യേക പുണ്യാളനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? നമുക്ക് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാമെന്നുള്ളതാണ്. അല്ലാതെ ഫേക്കായിട്ടുള്ള ഒരു കാര്യം കുറേ കാലം നിലനിൽക്കില്ല. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു 3 ദിവസം താമസിച്ചു. ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാനും ഇതിലുള്ള ഒരാളായിരുന്നു. പിന്നെ ഈ ഗേൾസിൻ്റെ കാര്യത്തിൽ ഞാനില്ലായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ഇത്തരം പരിപാടികൾ, ഈ പറഞ്ഞ പരിപാടി ഞാൻ ഈ പറഞ്ഞ സംഭവം യൂസ് ചെയ്തു എന്നല്ലാതെ ഈ ഗേൾ സബ്ജക്റ്റിലേക്ക് എനിക്ക് അധികം ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഞാൻ ഇതിലധികം എന്താ പറയുക, ഈ സംഭവം ചെയ്യാമെന്നുള്ള താല്പര്യവും എനിക്ക് കുറവായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കല്യാണം അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അതാണ് അതിൻ്റെ മെയിൻ കാരണം. അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പുണ്യാളനായത് കൊണ്ടല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ഇത് കാണിക്കുന്നതും നിങ്ങൾക്ക് അറിയായിരിക്കും. അതൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ അതിൻ്റെ പുറത്തോട്ടേക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇന്നവരില്ല. അത് ആർക്കും തെളിയിക്കാനും പറ്റില്ല, അത് നമുക്ക് ഉറപ്പ് തരാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ഈ പറഞ്ഞ പോലെ കയ്പത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ കാണിച്ചിട്ടുണ്ട്.
അതൊക്കെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രീമിങ്ങിൽ എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇത്. കാരണം എൻ്റെ മുമ്പിലുള്ള വ്യക്തി, എൻ്റെ റോൾ മോഡൽ അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എനിക്ക് തന്ന നിർദ്ദേശങ്ങളും ആ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്താലായിരിക്കും കൂടുതൽ റീച്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലായിരിക്കും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുക. കാരണം അവർ 6 പേരുണ്ട്, അതിൽ നിന്നെ ഇതാക്കി കാണണമെങ്കിൽ, നിനക്ക് കൂടുതൽ എക്സ്പോഷർ വേണമെങ്കിൽ നീ പറയുന്ന പോലെ കുറച്ച് ഓവറായിരിക്കണം, കുറച്ച് ഇതായിരിക്കണം, ഹൈപ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഇത് കാര്യത്തിലോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പാഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ കണ്ടന്റ് പരമായിട്ട് ഞാൻ ചെയ്തത്. ഞാൻ പിന്നെ ഈ വിഷയത്തിൽ നിന്ന് മാറുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആ സമയത്ത് ഈ കാര്യങ്ങൾ പോലീസിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ല, ഇതാണ് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. ഇതിനെനിക്ക് പറയാനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇവർ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനടക്കം യൂസ് ചെയ്യുന്ന ആളാണ് ആ സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഞാനടക്കം ഈ സ്റ്റേഷനിൽ പോയി ഞാൻ ഇവരെ അറിയാതെ പോയി കംപ്ലൈൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ഞാനടക്കം പെടും, അതൊരു റീസൺ ആയിരുന്നു. രണ്ടാമത്തെ അതിലേറെ എനിക്കുണ്ടായിരുന്ന വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊന്നും എക്സ്ക്യൂസ് അല്ലാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് പോയിട്ടൊരു പരാതി കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ അവിടെ ഒരു 3 ദിവസം നിന്ന ഇതിലെനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ഈ പറഞ്ഞ മണി, പവർ, ഇൻഫ്ലുവൻസ് ഇത് വെച്ച് അവർക്ക് എങ്ങനെയും ഈ പറഞ്ഞ ഇന്നൊരു വ്യക്തി ഇന്ന ആളുടെ പേരിൽ ഇന്നൊരു കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഇതിനെയോ ഒന്നും ഞാൻ കുറ്റം പറയുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഈ നിയമത്തിനൊരു ടൈം എടുക്കും, മനസ്സിലാവും. ഈ നിയമം, ഞാനിപ്പോൾ ഒരു പരാതി കൊടുത്താൽ ആ പരാതി ഞാൻ ചെയ്ത ആളെ വിളിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അവരോട് പറയുകയോ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിത് പോയിട്ട് ഒരു സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് എന്തായാലും ഈ പറഞ്ഞ വ്യക്തികൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്തൊക്കെ എന്നെ അടക്കം പിടിച്ച് ഇവരുടെ കൂടെ ഇടുന്നതിന് പകരം ഒന്നുകിൽ ഞാൻ മാത്രം ഞാൻ അകത്ത് പോയേനെ. എല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇൻഫ്ലുവൻസും ഇവരുടെ കാര്യങ്ങളും വെച്ച് ഇവരിതറിഞ്ഞു. എനിക്കറിയില്ല ഞാൻ ഇന്നിവിടെ ജീവനോട് ഉണ്ടാവുമോ എന്നുള്ള കാര്യം, എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഞാൻ അന്ന് അങ്ങനെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ എന്നെ അവർ എന്തായാലും ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ട് ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ അവർ എന്തായാലും ചെയ്തേനെ. അതിൽ യാതൊരു ഡൗട്ടും എനിക്ക് ഇന്നുമില്ല. കാരണം എനിക്കത് ഞാനവിടെ ജീവിച്ച് അറിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം ഒരാളുടെ ഇതെന്താ, അവരുടെ കണക്ഷൻ എന്താ, ഒരു സംഭവം വരുമ്പോൾ അവരെങ്ങനെ ഡീലാക്കുന്നു, എങ്ങനെ അവരത് അറിയുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം ഈ പറഞ്ഞ പോലെ അവിടെ ഒരു സംഭവം നടന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടക്കം ഈ പറഞ്ഞ പോലീസ് ആരാണെങ്കിലും, എല്ലാ പോലീസുകാരെയും അല്ല ഞാൻ പറയുന്നത്, ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തികളോ ഏതെങ്കിലും ഒരാളോ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അറിയോ ഇവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജീവിതം ഉണ്ടാവില്ല. മീൻസ് ഒന്നുകിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ട് എൻ്റെ എന്തെങ്കിലും ആയിട്ട് എനിക്ക് സംഭവിക്കും, എല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, നിനക്ക് വീഡിയോ ഇട്ട് ഇത് പറഞ്ഞോടെ, അല്ലെങ്കിൽ വീഡിയോ ഇട്ട് ഈ കാര്യങ്ങൾ ആൾക്കാരോട് വെളിപ്പെടുത്തിക്കൂടെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ തെളിവടക്കം വിത്ത് പ്രൂഫ് അടക്കം ഞാൻ കാണിച്ചിട്ട് പോലും ഇത് വിശ്വസിക്കാത്തൊരു 5% ആൾക്കാരുണ്ട്. 95% ആൾക്കാർ ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ കാര്യങ്ങൾ കേട്ട എയും എല്ലാത്തതും മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഈ സംഭവം മനസ്സിലാകുന്നുണ്ട്. അല്ലാത്തൊരു 5% ആൾക്കാരുണ്ടാവും. അത് വ്യക്തികളാണെന്ന് എനിക്ക് തോന്നില്ല. അത് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഒരു ടീമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു PR വർക്കായിരിക്കാം. അതും ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളിന് ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു ആണാണെങ്കിൽ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റായിട്ട് നിൽക്കുന്ന സമയത്ത്, എൻ്റെ റൂമിൽ നിന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് വന്ന് വീഡിയോ എടുത്തു. ശരിയാണ്, ഇപ്പുറത്തെ മമ്മു എന്ന് പറഞ്ഞ ആളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പുറത്തെ ആളുണ്ട്, അത് ഞാൻ വിളിച്ച് കടത്തിയതോ അല്ലെങ്കിൽ ഞാൻ വിളിച്ച് വരുത്തിയതോ അല്ല. അത് നമുക്ക് അവിടെ ആകെ 3 റൂംസേ ഉള്ളൂ. അത് വ്ളോഗ്സും കാര്യങ്ങളും കണ്ട് ആൾക്കാർക്ക് അറിയാം, 3 റൂംസേ ഉള്ളൂ.
അപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ, റാംബോ, മമ്മു ഇങ്ങനെ നമ്മൾ 3 പേരാണ് കിടക്കാറ്. തൊപ്പി ഒരു റൂമിൽ തൊപ്പി കിടക്കും. അപ്പുറത്തെ റൂമിൽ ജാസി, മുനു, എഡിറ്റർ, അങ്ങനെ 3 പേര്, അങ്ങനെയായിരുന്നു നമ്മൾ കിടക്കാറ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് അവരോട് ഒരാൾ ബാത്റൂമിലുള്ള സമയത്തോ അല്ലെങ്കിൽ ഇതുള്ള സമയത്തോ നമ്മൾ അങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത്. മനസ്സിലായോ? നമ്മൾ അങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത്. എനിക്കറിയാം ഈ പറഞ്ഞ കാര്യം ഞാൻ ന്യായീകരിക്കല്ല, ഒരിക്കലും ഞാൻ ന്യായീകരിക്കല്ല. പക്ഷേ ഞാൻ പറയാണ്, അവിടെ നടന്ന കാര്യം ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ പ്രൈവറ്റായിട്ട് ഞാൻ നിൽക്കുന്ന സമയത്തുള്ള കാര്യം റെക്കോർഡ് ചെയ്തു. ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ് അത് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ ആളിത് കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി തെളിവ് ശേഖരിക്കുകയായിരുന്നോ? ഞാൻ ഇന്നേ വരെ അവിടെ നിന്ന് ഒരു തെളിവ് ഞാൻ ശേഖരിച്ചില്ല. ജാസി വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ജാസിയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതും ഈ പറഞ്ഞ തെളിവുകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതും അവൻ്റെ സ്വഭാവം മുൻകൂട്ടി വന്നപാട് മനസ്സിലാക്കിയതും എല്ലാം ഇതാക്കിയ വ്യക്തി ജാസിയായിരുന്നു. ഞാനൊരു മണ്ടനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഉപദ്രവം അല്ലെങ്കിൽ എന്നെ ഇതാക്കുന്നു, എന്നെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നെ ഈ പറഞ്ഞ പോലെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ അവിടെ നിർത്തിച്ചതെന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നെ വെച്ച് ഇതാക്കി അതിൻ്റെ പൈസ ഇതാക്കാനായിരുന്നു എന്നെ യൂസ് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ജാസിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും ഇത്തരം കാര്യങ്ങൾ തെളിവുകൾ ശേഖരിച്ചു വെക്കുന്നതും. ഞാൻ ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയും ഇത് ആസ്വദിക്കുകയല്ലേ. അപ്പോൾ ഈ മൂപ്പരെന്താ അപ്പോൾ ഇത് ചെയ്തത്? പിന്നെ അതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമായി. അതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലെങ്കിലും ടെലിഗ്രാമിലെങ്കിലും അതിൻ്റെ വീഡിയോ ഇടണം. കാരണം ഞാനത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് അത്രയും ഉറപ്പുള്ള കാര്യമാണ്. മനസ്സിലായി? എനിക്ക് അത്രയും ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ തുറന്ന് സമ്മതിക്കും ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്. ഇതാക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. സത്യം ഉണ്ടെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നിയാൽ കൂടെ നിൽക്കാം, അല്ലാത്തവർക്ക് തെറിവ് വിളിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം അത് നിങ്ങളുടെ റൈറ്റ്സാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് തീരുമാനങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഇനി നല്ല രീതിയിൽ പോകണമെന്നും, എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് നല്ല രീതിയിൽ എനിക്ക് മുമ്പിൽ നിന്ന് നടത്തണമെന്നും, എൻ്റെ ഉപ്പാനും ഉമ്മാനും നല്ലൊരു രീതിയിൽ ഇനി അങ്ങോട്ട് ഇതാക്കണമെന്നും, ഒരു കല്യാണം കഴിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ഏതൊരു മിഡിൽ ക്ലാസ് ബോയ്ക്കുള്ള പോലത്തെ എല്ലാ ആഗ്രഹങ്ങളും കൊണ്ടാണ് ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കാതെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോകാൻ പറ്റും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോകാനാണ് എൻ്റെ പ്ലാൻ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്കുള്ള ഇതിൽ ഞാനത് മെല്ലെ മെല്ലെ പറയാം. അത് നിങ്ങൾ വെയ്യെ കാണും, വെയ്യെ അറിയും, അല്ലെങ്കിൽ വെയ്യെ അടുത്ത വ്ളോഗ്സിലൂടെ അടുത്ത കാര്യങ്ങളിലൂടെ നിങ്ങൾക്കത് കാണാനും അറിയാനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതം. ഞാൻ ഇത്രയും കാലം അങ്ങനെ വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. പോകുന്ന പോലെ പോട്ടെ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും ഇതാക്കിയപ്പോഴൊക്കെ കുറച്ച് എവിടെയോ ഒരു മെച്യൂരിറ്റി വന്നെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കറിയത്തില്ല അത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളത്. അപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കാം, തെറി വിളിക്കുന്നവർക്ക് തെറി വിളിക്കാം, യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഒരു ബിഗ് അല്ലെങ്കിൽ ഒരു വലിയൊരു സംഭവം വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വയ്യെ നിങ്ങൾ കാണും, നിങ്ങളറിയും, നിങ്ങൾ എന്തായാലും അത് കാണും, മനസ്സിലാവും. ഒരു കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ടും നിങ്ങൾക്കും ഉപകാരമുള്ളതുമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് ഞാൻ വരുന്നുണ്ട്. എന്താണെന്ന് ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് ഈ പറഞ്ഞ പോലെ ചാരിറ്റിയോ അല്ലെങ്കിൽ ചാരിറ്റീൻ്റെ മറവിലുള്ള തട്ടിപ്പോ പരിപാടികൾക്കൊന്നും ഞാൻ എന്തായാലും നിൽക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ AI ആണ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ, എനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ AI ആണ്. ഇനി എൻ്റെ അടുത്ത 2ാമത്തെ സെക്കൻഡിൽ ഇനി ഞാൻ ചാരിറ്റി ചെയ്യാൻ പോകാമെന്ന് പറയുമ്പം അങ്ങനെ ചെയ്ത് നിങ്ങളെ കബളിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കാമെന്നോ ഉള്ള ചിന്തയോ ഉദ്ദേശങ്ങളോ എനിക്കില്ല. അപ്പം ഇനി അങ്ങോട്ടൊരു ട്രൂ, അതായത് എനിക്ക് ട്രൂ എന്ന് തോന്നുന്നതും എനിക്ക് സത്യമാണെന്ന് തോന്നുന്നതും നിങ്ങൾക്കും സത്യമാണെന്ന് തോന്നുന്നതുമായ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനാണ് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ
കല്യാണം കഴിക്കണമെന്നും എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ ഏതൊരു വ്യക്തിക്കും ഉള്ള പോലത്തെ ആഗ്രഹങ്ങളും കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഈ നിങ്ങളുമായിട്ട് പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്യാമറ ഫിയർ ഇല്ലാണ്ട് ക്യാമറ കുത്തി വീഡിയോ എടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോണിൽ വീഡിയോ എടുക്കുന്നു എന്നല്ലാതെ നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ കണ്ട അവരുടെ ലൈഫൊന്നും എനിക്കൊരു സാധാരണക്കാരനായിട്ടുള്ള ലൈഫിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഇത് നമ്മുടെ ജോലിയാണ്, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മൾ പോകുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നമ്മളെ ജോലികൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അതാണ് വ്യത്യാസം. അല്ലാണ്ട് ഇമോഷൻസ് ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കുള്ള പോലെ തന്നെ നമുക്കുള്ള പോലെ തന്നെ നിങ്ങൾക്കുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫേക്ക് ഫേസസിനെ മനസ്സിലാക്കുക. അതിപ്പോൾ ഞാനാണെങ്കിലും ആരാണെങ്കിലും, അതിപ്പോൾ നമ്മളെ വിറ്റ് അരി വാങ്ങുന്നവനാണെങ്കിലും ആരായാലും ഫേക്ക് ഫേസസിനെ മനസ്സിലാക്കുക. അവരുടെ ഈ പറഞ്ഞ പോലെ ആരും അന്ധമായി വിശ്വസിക്കാണ്ടിരിക്കുക. സ്വയം നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾ അച്ഛനും അമ്മക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുക. സ്വന്തം ഇൻഡിപെൻഡൻ്റായി ജീവിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇത് തരുന്നവർ മാത്രമാണ് നമ്മൾ അങ്ങനെ കാണുക. അതിൻ്റെ അപ്പുറത്തോട്ട് ആരാധിക്കാനും ഓടി വരാനും ചാടാനും തുള്ളാനും മരിക്കാനും തയ്യാറാവരുത്. മനസ്സിലായി? അത് സ്വന്തം അച്ഛനും അമ്മക്കും അല്ലാതെ വേറെ ആർക്കും വേണ്ടിയും അത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ. ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ്, കേസ്, കോടതി, കുറേ പ്രശ്നങ്ങൾ തലയിൽ ഓടുന്നുണ്ട്. അതൊന്നും എനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ല. കാരണം എൻ്റെ തന്നെ മൈൻഡ് ഔട്ടായി പോകും. അതുകൊണ്ട് ഞാൻ പോലും അത്തരം ചിന്തകൾ കുറച്ചിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. കാരണം അത് ചിന്തിച്ച് കഴിഞ്ഞാൽ പല സൂയിസൈഡൽ തോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു വേറൊരു ഇതാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കേസ് കാര്യങ്ങളൊക്കെ നടക്കും, അതിൻ്റെ വേക്ക് നടക്കും. ഈ പറഞ്ഞ പോലെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത ഇതായിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ അത് സോർട്ട് ചെയ്തിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയിക്കാം. ഈ പറഞ്ഞ പോലെ ഒരു 100 കൂട്ടം കേസ് വന്നിട്ടുണ്ട്. നിങ്ങളറിയാത്ത പല കേസുകളും വന്നിട്ടുണ്ട്. ലൈക്ക് പല കാര്യങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ നിയമപരമായിട്ട് ജയിലിലാകേണ്ടതും, പിന്നെ ഈ പറഞ്ഞ പോലെ പല ആൾക്കാർ വീട്ടിൻ്റെ അടുത്ത് വട്ടമിട്ട് കളിക്കുന്നതും പല കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പം ജീവിതം ഇനി കുറച്ച് ഡേഞ്ചറാണ്. ഇതുവരെ ജീവിച്ച പോലെ ഒരു സേഫ് സോൺ അല്ല. കാരണം നമ്മളങ്ങനെ ഒരു കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയതും അത്തരം കാര്യങ്ങളാണ് നമ്മൾ തുറന്നു കാട്ടിയത്. അപ്പം ഇനി അങ്ങോട്ടൊരു സേഫായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകുന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത ഇതുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ബൈ.